ഗുരുരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ ഇന്ന് വേദിയെ ധന്യമാക്കുന്ന ഈ ഒരു ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞിരിക്കുന്ന ആചാര്യന്മാരും അതുപോലെ ഹിന്ദുമത ധർമ്മത്തെ ഉണർത്തണം, ഉയർത്തണം, ഉജ്ജ്വലമാക്കണം എന്ന് പ്രതിജ്ഞ ചെയ്തു വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സാഷ്ടാംഗ നമസ്കാരം. ദൈവവും ഗുരുവും, ദൈവവും ഗുരുവും. ക്ഷേത്രങ്ങളിലൊക്കെ ഇന്ന് ഹിന്ദു സമൂഹം പോകുന്നു, ഭക്തി കൂടുന്നു. പക്ഷെ ഇതെല്ലാം ഒരു വിശ്വാസത്തിലേക്ക് മാറുമ്പോൾ ഗുരുവുണ്ടെങ്കിലേ നമുക്ക് ഐക്യവും ഒത്തൊരുമയും ഉയർച്ചയും ശക്തിയും അവസാനം അമൃതത്വവും ഉണ്ടാവുകയും ഓരോ മനുഷ്യരിലുള്ള കഴിവിനെ ഉണർത്താൻ, ആത്മീയത ഉണർത്താൻ, വഴി കാണിക്കാൻ സാധിക്കുന്ന മഹാപ്രതിഭകളുടെ മുന്നിലാണ് നാം ഇരിക്കുന്നത്. ജീവിതത്തെ പരിവർത്തനം വരുത്താൻ അനുഗ്രഹിക്കുന്ന വിശ്വശക്തികളുടെ മുന്നിലിരിക്കുക, അവരുടെ സാന്നിധ്യത്തിലിരിക്കുക, അവരുടെ അനുഗ്രഹം നേടുക, ഇതിൽ പരം ഭാഗ്യമെന്ന് വേണം. സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്. സമന്ത പഞ്ചക തീർത്ഥത്തിൽ അനേകം മഹാന്മാർ വന്നപ്പോൾ ഭഗവാൻ പറഞ്ഞു, ദേവാനാമഭിപ്രാപം എന്ന് യോഗേശ്വര ദർശനം. ഇന്ന് നമ്മുടെ തലമുറകളെ ഗുരു പരമ്പരയുടെ കണ്ണികളിലേക്ക് കൂട്ടിച്ചേർത്തിട്ട് ഉണ്ടാകുന്ന ധർമ്മച്യുതി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രശാന്ത് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. സാമ്പത്തിക സ്ഥിതി, അതുപോലെ തന്നെ വൈവാഹിക മേഖലകൾ, അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ബിസിനസ് രംഗങ്ങൾ, നാം എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഐക്യമുണ്ടെങ്കിലേ നമുക്ക് ഉയർച്ചയുള്ളൂ. ഐക്യമില്ലാതെ പോയതാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഇന്ന് നടക്കുന്ന കക്കൽ എന്നത് നാം മനസ്സിലാക്കണം. ആദ്യം ആ പറഞ്ഞ വാക്ക് വളരെ ഗംഭീരമാണ്. പാലക്കാട് ഇനി മാറണം, നമ്മൾ ഒന്നാണ്. ഏകത, ഏകത്വം, അത് നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കണം. വൈവിധ്യതകൾ നമുക്ക് ബാഹ്യമാണ്, ആന്തരികമായി നാം ഒന്നാണ്. ഒന്നാണ്, ഒന്നാവണം, ഒന്നാവാനാവട്ടെ നമ്മുടെ ഈ ആരംഭം. എല്ലാ ആചാര്യന്മാരുടെയും പാദങ്ങളിൽ സാഷ്ടാംഗ നമസ്കാരം.